നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഇടതുപക്ഷത്ത് നിന്ന് ഒരു നേതാക്കളും വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ചോദിക്കും, എന്തിനാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കുന്നതെന്ന്. വെള്ളാപ്പള്ളി നടേശൻ മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പല രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്ന് പറയുന്ന CPM-ൻ്റെ ഒരു നേതാവ് പോലും അന്ന് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ മറ്റിതര സാമുദായിക സംഘടനകൾക്കെതിരെയുമെല്ലാം നടത്തുന്ന പരാമർശങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. കാരണം 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെയും എല്ലാം വോട്ട് നേടി അധികാരത്തിൽ വരണം. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ CPM-നെ കൈവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വെള്ളാപ്പള്ളിയെ കൂടി പിണക്കേണ്ടതില്ല. അതുകൊണ്ട് വിദ്വേഷപരമായ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളിയെ വെറുതെ ചൊടിപ്പിക്കേണ്ട എന്നാണ് CPM നേതാക്കളെല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനോട് ആരും പ്രതികരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ CPM-ൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ അവലോകന യോഗങ്ങളൊക്കെ ചേർന്ന സമയത്ത് CPM സംസ്ഥാന സമിതി ചേർന്നപ്പോൾ കണ്ണൂരിലെ തലമുതിർന്ന നേതാവായ P. ജയരാജൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ SNDP സമുദായത്തിൻ്റെ തത്വചിന്തകൾക്ക് നിരക്കാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവൃത്തികളും ജീവിത ശൈലിയും. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇവിടെ SNDP സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം നിൽക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ രൂപീകരിച്ച സാമുദായിക നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരിക്കുന്നു. ഈ 2 നിലപാടുകൾ കൈക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയെ BDJS എന്നൊരു സംഘടനയുണ്ടാക്കി NDAയുടെ ഭാഗമായി നിർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി നടേശനാവട്ടെ BJP നേതാക്കളെ വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ്. ഇതാണ് 2 തോണിയിൽ കാൽവെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സഞ്ചരിക്കുന്നു എന്ന് P. ജയരാജൻ പറയാൻ കാരണം. P. ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ ദയനീയമായ പരാജയം കണ്ടപ്പോഴാണ് ഇതൊക്കെ വലിയ അപകടമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നേരത്തെ കാലയെ കൂട്ടി കണ്ട് മനസ്സിലാക്കാനും അതിനെതിരെ പ്രതികരിക്കാനും സാധിക്കാതെ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ആളുകളും P. ജയരാജൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കുന്നത്. കതിരിൽ കൊണ്ടുപോയി വളം വെച്ചിട്ടൊരു കാര്യമില്ല, അത് നശിച്ചു പോകാനേ സാധ്യതയുള്ളൂ. എന്തുകൊണ്ടാണത് മുളയിലെ ഈ പിഴവുകൾ കണ്ടെത്തി തിരുത്താൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയത്? അതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്താണ് ഫവാസിന് ഇതേക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത്, CPM-ൽ കുറച്ച് ബോധോദയമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് P. ജയരാജൻ മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളവരെല്ലാവരും അന്ധമായ കമ്മ്യൂണിസ്റ്റ്. ജയരാജൻ നമുക്കറിയാം ശക്തമായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതേപോലെ തന്നെ അടിത്തട്ടിൽ എന്താ നടക്കുന്നതെന്നുള്ളതിന് കൃത്യമായി വീക്ഷിക്കുകയും അതിനെ അതേപോലെ കാണുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പിണറായി വിജയന് ഈ പറഞ്ഞ പോലെ ജയരാജനെ ഇപ്പം നമുക്കറിയാം ഒതുക്കുന്ന കാര്യത്തിൽ അത് CPM അച്യുതാനന്ദൻ്റെ കാലത്താണെങ്കിലും എല്ലാ കാലത്തും ഇപ്പം കേരം വിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ താഴ്ന്ന വിഭാഗമാണെന്ന് പറഞ്ഞിട്ടും സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടും ഒഴിവാക്കുന്ന പ്രക്രിയ CPM-ൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ശൈലജ ടീച്ചർ ഒഴിവാക്കുന്ന പ്രക്രിയ ഇപ്പം ജീവിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അല്ല, അന്ന് KR ഗൗരിയമ്മയെ പാലം വലിക്കാൻ VS കൂടെ നിന്നു എന്നുള്ളതാണ്. VS കൂടുതലുണ്ട്. അപ്പം അതിൻ്റെ അനന്തരഫലമാണ് പിൽക്കാലത്ത് VS ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ കൊണ്ട് അനുഭവിച്ചത്. പിണറായി വിജയനെ ഒതുക്കിയത് VS-നെ തന്നെയാണ്. അതേപോലെ എന്താ പറയാ, ഇരുപക്ഷെ ഈ പിണറായിയെ ഒതുക്കാൻ കഴിവുള്ള CPM-ലെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ P. ജയരാജൻ മാത്രമേ ഉള്ളൂ. കാരണം ഒരു വിധത്തിലും RSS-ഉമായിട്ടും BJP ആയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കൈ പോയത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ RSS-ഉമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഒരു വിധത്തിലും യാതൊരു പിന്തുണയും അദ്ദേഹം കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇന്നിപ്പം അയാളെ ആക്രമിച്ച കേസിൽ എത്ര RSS-കാർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമല്ല. കാരണം ഒട്ടുമിക്ക ആളും ഒന്നല്ലെങ്കിൽ അവർ ജയിലിലായിരിക്കും, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ജയരാജനെ വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന CPM-ൻ്റെ കൊട്ടേഷൻ കിങ്, മാഫിയ കിങ് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം,
ഇപ്പോൾ തലശ്ശേരി അല്ലെങ്കിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന പാർട്ടി സംബന്ധമായിട്ടുള്ള ഇത്തരം ഓപ്പറേഷനുകളൊക്കെ ജയരാജൻ അറിയാതെ നടക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോൾ പാർട്ടിയുടെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ അപ്രമാദിത്വമുള്ളൊരു നേതാവ് എന്നൊക്കെ പറയുമ്പോൾ തിരുവായ്ക്ക് എതിർവായില്ലാത്തൊരു നേതാവാണ് പിണറായി വിജയൻ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂരിൽ പിണറായി വിജയനും ജയരാജനും നേർക്ക് നേർ രാഷ്ട്രീയപരമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ അവർ തമ്മിലൊരു മത്സരം വരികയാണെങ്കിൽ തീർച്ചയായും പി ജയരാജനായിരിക്കും സ്വീകരിക്കപ്പെടുക എന്നുള്ളൊരു വിളി കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപാട് കൂടി അവിടെ ഉണ്ട്. അതായത് പിണറായി വിജയനേക്കാൾ കൂടുതൽ സ്വീകാര്യനായ നേതാവ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പി ജയരാജനാണ് എന്നുള്ളൊരു വാർത്ത കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അത് കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ എന്താ പറയുക CPM ആൾക്കാർ എന്താ പറയുക വല്ലാണ്ട് ആരാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പി ജയരാജൻ. പിൽക്കാലത്ത് വന്നതാണ് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ അത് PR വർക്കിലൂടെയും മറ്റ് പല സ്റ്റണ്ടുകളിലൂടെയും മോദിയെ PR വർക്ക് ചെയ്ത ആൾക്കാരെ ഉപയോഗിച്ചിട്ടൊക്കെ ഇത്തരത്തിൽ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവന്നൊരു ഇമേജാണ്. പക്ഷെ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. അദ്ദേഹം അടിത്തട്ടിൽ പ്രവർത്തിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പാർട്ടിക്കാരോടൊപ്പം നിന്ന് രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഇമേജാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബാലൻസ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ജയരാജന്റെ തട്ടൊന്നും താണുകൊണ്ടേയിരിക്കും. പിണറായി വിജയൻ അതിന്റെ 7 അയലോക്കത്തെത്തില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പിന്നെ ഇതിൽ മറ്റൊഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ജയരാജൻ നമുക്കറിയാം അദ്ദേഹത്തെ എങ്ങനെയാണ് പിണറായി വിജയൻ ഒതുക്കിയത് എന്നുള്ളത്. ഇപ്പം കണ്ണൂരിൽ ചന്താരകം എന്നുള്ള പാട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ജയരാജനെ ഒതുക്കിയത് നമ്മൾ കണ്ടതാണ്. പാർട്ടിയിൽ വ്യക്തിപൂജ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതേ പിണറായി വിജയന്റെ ഫ്ലെക്സാണ് കേരളത്തിൽ നിന്ന് ഈ ഇലക്ഷനിൽ അങ്ങോളം ഇങ്ങോളം വെച്ചത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞിട്ട് LDFന്റെ ഒരു എംബ്ലം പോലും ഇല്ല അവിടെ. തിരുവാതിരപ്പാട്ട് ഉൾപ്പെടെയുള്ള വാഴ്ത്തുപാട്ടുകൾ വന്നല്ലോ. ഇന്നീ കേരള നാടിൽ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് കടലിന് മീതെ പിറക്കുന്ന ചെമ്പരുന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് കത്തിജ്വലിക്കുന്ന സൂര്യൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുപാട്ടുകൾ വന്നല്ലോ പിണറായി വിജയനെ കുറിച്ച്. അത് അന്ന് പി ജയരാജനെ എതിർത്തിരുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ തന്നെ കുറിച്ചാണ് ഇത്തരം ഈ വാഴ്ത്തുപാട്ടുകൾ വരുന്നത്, അതുകൊണ്ട് അത് വേണ്ട, വ്യക്തി ആരാധന വേണ്ട എന്ന് ഒരിക്കൽ പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. അപ്പം പിണറായി വിജയന് വേറെ നീതി, അത് പാർട്ടിക്കുള്ളിലായാലും ഇപ്പം ഈ എന്താ പറയാ ഏജിന്റെ കാറ്റഗറി വയസ്സ് വന്നപ്പോഴും ആകെ ഒരു എന്താ പറയുക വിട്ടുവീഴ്ച പിണറായി വിജയന് മാത്രമേ കൊടുത്തുള്ളൂ. അതിപ്പോൾ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നപ്പോഴും അദ്ദേഹത്തിന് മാത്രമേ സാധനം കിട്ടുന്നുള്ളൂ. ബാക്കി ഒരു നേതാക്കന്മാർക്കും സാധനം കിട്ടുന്നില്ല. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, അതിൽ വേറെ നേതാക്കന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അങ്ങനെ ചോദിച്ചാൽ പാർട്ടിക്കാർ പറയുമല്ല, അതിൽ കഴിവുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. KK ശൈലജ ഒരു പരിധിവരെ PR വർക്കിന്റെ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ശൈലജ ടീച്ചർ നന്നായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഭരണം കൈയാളാൻ പറ്റുന്ന ഒരു എന്താ പറയുക നേതൃസ്ഥാനത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നേതാവ് തന്നെയാണ് KK ശൈലജ. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതേപോലെ തന്നെ അടിത്തട്ടിൽ CPM ചലിപ്പിക്കാൻ കഴിവുള്ള നേതാവ് തന്നെയാണ് MV ഗോവിന്ദനേക്കാൾ 100 മടങ്ങ് കഴിവുള്ള നേതാവ് തന്നെയാണ് പി ജയരാജൻ. ആ വിഷയത്തിന് യാതൊരുവിധ തർക്കവുമല്ല. പക്ഷെ ഈ ഭരണ സ്ഥാനത്തോട്ട് അദ്ദേഹത്തെ എത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. അതിലുത്തരം ഞാൻ കാണുന്നത് ഇപ്പോൾ നോ എന്ന് തന്നെയാണ്. കാരണം പിണറായി വിജയൻ ഒരിക്കലും ആ ഒരു എന്താ പറയുക പാർട്ടി സംസ്ഥാന സെക്രട്ടറി തലത്തിലോട്ട് ഒരിക്കലും പി ജയരാജനെ കൊണ്ടുവരില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആദ്യം വെട്ടാൻ പോകുന്നത് പിണറായി വിജയനെ തന്നെ ആയിരിക്കും. കാരണം പിണറായി വിജയന് കൊക്കിലൊതുങ്ങാവുന്ന ഒരു നേതാവല്ല പി ജയരാജൻ. കണ്ണൂരിൽ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയി കഴിഞ്ഞാൽ പിണറായി വിജയന് പിന്നെ ഒരിക്കലും എന്താ പറയുക അദ്ദേഹം ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും പി ജയരാജനെ നീക്കുക എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്തോട്ട് പി ജയരാജനെ കൊണ്ടുവരുന്നുള്ളത് ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം ജയരാജൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി പാർട്ടിക്കുള്ളിൽ തൻ്റെ ഇടത്തമുള്ള ആണത്തമുള്ള നട്ടലുള്ള ഒരേ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ്. കാരണം ഇക്കണ്ട വിഷയങ്ങൾ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ ഒന്ന് പറയാൻ നാളിതുവരെയായിട്ട് അതിദയനീയമായി തോറ്റിട്ട് പോലും ഒരു നേതാക്കന്മാരും തയ്യാറായിട്ടില്ല എന്നുള്ള. ആ സമയത്താണ് വൈകിയാണെങ്കിൽ പോലും വൈകാൻ കാരണം ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് വോയിസ് ആരെന്ത് പറഞ്ഞാലും അതിനെ തള്ളി ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തോൽവിയോടുകൂടി അടിത്തട്ടിൽ മുതൽ പിണറായി വിജയനെതിലുള്ള ആക്ഷേപം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കൃത്യമായിട്ട് പി ജയരാജൻ മുതലെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇത് പറയേണ്ട കുറച്ച് വൈകിപ്പോയി, എന്നിരുന്നാൽ പോലും പി ജയരാജൻ പറഞ്ഞു എന്നുള്ളത് ഞാൻ വളരെ നല്ല സൂചകമായിട്ട് തന്നെ കാണുന്നാലും പാർട്ടിക്ക് വരും ദിവസങ്ങളിൽ ഇത് വലിയ തരത്തിൽ ഉപകാരപ്പെടും എന്നുള്ളത് തന്നെ ഞാൻ കാണുന്നത്. അല്ലേ, ഇതിലൂടെ ഒരു വ്യക്തമായൊരു സന്ദേശം പി ജയരാജൻ നൽകാൻ ശ്രമിക്കുന്നത്, അതായത് മതനിരപേക്ഷമായ നിലപാടുകൾ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ CPM പോലുള്ള വിപ്ലവ പ്രസ്ഥാനത്തിന്, പുരോഗമന പ്രസ്ഥാനത്തിന് ഒരു കാരണവശാലും നിലനിൽപ്പില്ല. അവിടെയാണ് പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചത്. നവോത്ഥാന നായകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു
നേതാവ് എന്ന രീതിയിൽ ഉയർത്തി കാണിക്കാൻ പറ്റിയ ആളെങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനാവുക? ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ തത്വചിന്തകൾക്ക് വിരുദ്ധമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചത്. കാരണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള മഹിതോപദേശം നൽകിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന പരാമർശങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ മുഴുവൻ മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളത് തന്നെയായിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകളെ വളഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വർഗീയപരമായി ഉള്ള പരാമർശങ്ങൾ ഉയർത്തുമ്പോൾ അത് ശ്രീനാരായണീയ പ്രസ്ഥാനത്തിനും എതിര് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ ഒരു മഹത് വ്യക്തിത്വം വിഭാവനം ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന, അതിനെതിരായി കടന്നു പോകുന്ന പ്രസ്താവനകൾ ഉണ്ടായിരുന്നത്. അവിടെ പി ജയരാജൻ അത് തുറന്നടിച്ചു പറഞ്ഞു. പക്ഷെ അത് എനിക്ക് തോന്നിയത് ഇത്തരം ആളുകളുടെ തോളിൽ കൈയിട്ട് ചെങ്ങാത്തം നടത്തുമ്പോൾ അത് പാർട്ടി ഫോറങ്ങളിലെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ പറയാനോ ഉന്നയിക്കാനോ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വീഴ്ചയുടെ ആഘാതം കുറച്ച് കുറയ്ക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഫവാസ് പറഞ്ഞതുപോലെ വൈകിയാണെങ്കിലും ഇങ്ങനെയൊരു വെളിപാടുണ്ടായത് നല്ലതാണ്. കാരണം ഇനി മുന്നോട്ടുള്ള CPM-ൻ്റെ പാതയിലേക്ക് തീർച്ചയായും അതിന് വലിയ ഗുണം ചെയ്യും. ഇപ്പോൾ നവോത്ഥാന നായകന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന ആളുകളിൽ നവോത്ഥാനം എന്താണെന്നുള്ളത് അവർക്കറിയില്ല. ആരെയെങ്കിലും ചേർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകണം, കേരളത്തിന് ഒരേ ഒരു മുഖമുള്ളൂ, അത് മതേതര നിലപാടാണ് എന്നുള്ള അത്തരം കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഏതെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷി ജാതി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് രാഷ്ട്രീയ അരാജകത്വം പറയുന്ന സൗഹാർദ്ദപരമായ അല്ലാത്ത രീതിയിൽ പെരുമാറുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന ആളുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. പി ജയരാജൻ എടുത്തു പറഞ്ഞതും അത് തന്നെയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് പി ജയരാജൻ പറഞ്ഞെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയൻ്റെ കരണം കുത്തി അടിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും പിണറായി വിജയൻ ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ വൈകിയ വേളയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം.